إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള ആദരവുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാനമായും മനുഷ്യൻ്റെ ജീവിതത്തിൽ രണ്ട് പ്രയത്നങ്ങളാണുള്ളത്, രണ്ട് അധ്വാനങ്ങളാണുള്ളത്. അതിലൊന്ന് ഇഹത്തിലും പരത്തിലും ഖൈർ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള അധ്വാനമാണ്. രണ്ടാമത്തത് ഇഹത്തിലും പരത്തിലും എല്ലാ അപകടങ്ങളിൽ നിന്നും ഷർറുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അധ്വാനമാണ്. ഇങ്ങനെ നന്മ നേടിയെടുക്കുവാനും തിന്മയെ തടയുവാനുമുള്ള പരിശ്രമവും അധ്വാനവുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ ആകത്തുക. അങ്ങനെയാണെങ്കിൽ നാം ഏറെ ഭയപ്പെടുകയും കാത്തു സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യേണ്ടുന്ന ഗൗരവമേറിയ ഒരു അപകടത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല സഹോദരങ്ങളെ, നാം ഏവരെയും കാത്തു നിൽക്കുന്ന ബർസഖി ലോകം, ഖബറിൻ്റെ ലോകം. ആ ഖബറിൻ്റെ ലോകത്ത്, ബർസഖി ലോകത്ത് അവിടെയുള്ള അപകടങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നാം അന്വേഷിച്ചേ മതിയാകൂ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പോയി കിടക്കാനുള്ള സ്ഥലം 6 അടി മണ്ണാണ്. ഇവിടെ എത്ര വലിയ കൊട്ടാരങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ സുഖസൗകര്യങ്ങളും സമ്പാദ്യങ്ങളും ഉണ്ടെങ്കിലും 6 അടി മണ്ണിൽ പോയി കിടക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അവിടെ സുഖാനുഗ്രഹങ്ങളുണ്ട്, അവിടെ അപകടങ്ങളുമുണ്ട്. അവിടെയുള്ള സുഖം നേടിയെടുക്കുവാനും അവിടെയുള്ള അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് എപ്പോഴും പറയാറുണ്ട്, തഅവ്വദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനോട് ഖബറിലെ ശിക്ഷയിൽ നിന്ന് എപ്പോഴും രക്ഷ ചോദിക്കേണ്ടതുണ്ട്. സ്വഹാബികൾ അത് കേട്ട മാത്രയിൽ തന്നെ ദുആ ചെയ്തു. പിന്നീട് അവരുടെ ജീവിതത്തിലുടനീളം ഖബർ എന്നത് വളരെ ഗൗരവമേറിയ ഒരു ചിന്തയായി മാറി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണേണ്ടതില്ല, ഖബറിനെക്കുറിച്ച് പറയുമ്പോഴേക്ക് അദ്ദേഹം കരയുമായിരുന്നു. അപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, മറ്റുള്ളവർ ചോദിച്ചു, സ്വർഗത്തെക്കുറിച്ചോ നരകത്തെ സംബന്ധിച്ചോ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് പേടി തോന്നുന്നത് ഖബറിനെക്കുറിച്ച് പറയുമ്പോഴാണല്ലോ, നിങ്ങൾ എന്തിനാണ് ഖബറിനെക്കുറിച്ച് പറയുമ്പോൾ കരയുന്നത്? അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അതിന് നൽകിയ മറുപടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ. പരലോക വീടുകളിലെ ഒന്നാമത്തെ വീടാണ് ഖബർ. ഈ ലോക ജീവിതവുമുണ്ട്, മരണാനന്തര ജീവിതവുമുണ്ട്. മരണാനന്തര ജീവിതത്തിലെ ആദ്യത്തെ വീടാകുന്നു, അതിനെ മൻസിൽ എന്നാണ് പറഞ്ഞത്. വീടാണത്, താമസ സ്ഥലമാണത്. അങ്ങനെയുള്ള ഒന്നാമത്തെ വീടാണ് ഖബർ. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻ.
ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ളതെല്ലാം എളുപ്പമാണ്, ഒരു പ്രശ്നവുമില്ല. അതാണ് മെയിൻ ഗേറ്റ്, മെയിൻ വീട് ഖബറാണ്. ഖബറിൽ രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ളതെല്ലാം അതിനേക്കാൾ എളുപ്പമാണ്. എന്നാൽ വഇല്ലം യൻജു മിൻഹു, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻ, പിന്നീട് അതിനുശേഷമുള്ളത് അതിനേക്കാൾ കഠിനമാണ്. അതുകൊണ്ട് ഖബറിൽ ഒരാൾ ശിക്ഷിക്കപ്പെട്ടാൽ അറിയുക, ഇനി ശേഷം വരാനുള്ളതെല്ലാം അതിനേക്കാൾ അപകടകരമാണ്. ഖബറിൽ രക്ഷപ്പെട്ടാൽ അറിയുക, ഇനി അതിന് ശേഷമുള്ളതെല്ലാം എളുപ്പമുള്ളതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പല കാഴ്ചകളും കാണിച്ചു തന്നിട്ടുണ്ട്. അതിലെല്ലാം തന്നെ എനിക്ക് ഏറ്റവും ഭീതി തോന്നിയത്, ഏറ്റവും പേടി തോന്നിയത് ഖബറിലെ ശിക്ഷയെ സംബന്ധിച്ചാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഇതെല്ലാം സ്വഹീഹായ ഹദീസുകളിൽ വന്നതാണ്. മാത്രമല്ല ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അഹദകും ഇദാ മാത്, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ ഉരിദ അലൈഹി മഖഅദഹു ബിൽ ഗദാതി വൽ അശിയ്യി ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന. മരണാനന്തരം മഹ്ശറിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പാർപ്പിടവും സീറ്റും ഖബറിൽ വെച്ച് രാവിലെയും വൈകുന്നേരവും ആ വ്യക്തിക്ക് കാണിക്കപ്പെടുമെന്നാണ്. എല്ലാ ദിവസവും രാവിലെ ഒരു പ്രദർശനം, വൈകുന്നേരം മറ്റൊരു പ്രദർശനം. സ്വർഗത്തിൻ്റെ ആളാണോ എങ്കിൽ സ്വർഗത്തിലെ സീറ്റാണ് കാണിച്ചു കൊടുക്കുക. വഇൻ കാന മിൻ അഹ്ലിന്നാർ ഫമിൻ അഹ്ലിന്നാർ, എന്നാൽ നരകത്തിൻ്റെ ആളാണെങ്കിൽ നരകത്തിലെ സീറ്റ് അയാൾക്ക് എന്നും കാണിച്ചു കൊടുക്കും. ഫയുഖാലു ഹാദാ മഖഅദുക് ഹത്താ യബ്അസക അല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു നിന്നെ എഴുന്നേൽപ്പിക്കുന്നതുവരെ ഇതാ നിന്റെ സീറ്റ് നീ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു വ്യക്തിക്ക് അയാളുടെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കും. സ്വർഗാവകാശിയാണെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ നരകത്തിലെ സീറ്റും കാണിച്ചു കൊടുക്കും. ഇത് ഖിയാമത്ത് നാൾ വരെ തുടരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കുറ്റമറ്റ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരാൾ മോശക്കാരനാണെങ്കിൽ, തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ, ആ ഖബറിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. ഇന്നഹു യുസല്ലതു അലൈഹി 99 തിന്നീന, 99 തിന്നീനുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മോശക്കാരനായ ആളുടെ അടുക്കലേക്ക് അയക്കും. അതദറൂന മത്തിന്നീൻ, എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അവർക്ക് പരിചയമില്ലാത്തൊരു വേർഡാണ്, എന്താണ് തിന്നീൻ എന്ന് നിങ്ങൾക്കറിയാമോ? സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല നബിയെ, നിങ്ങൾ പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു തിന്നീൻ എന്ന് പറഞ്ഞാൽ 70 ഹയ്യത്തൻ, 70 പാമ്പുകളാണ്. 70 പാമ്പുകളാണ് ഒരു തിന്നൂൻ. അങ്ങനെയുള്ള 99 തിന്നീനുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എത്രയാണ്? 99 × 7 × 70 ഏകദേശം, അഥവാ 48,510 പാമ്പുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നിശ്ചയിക്കും. അല്ലാഹു അതിന് കഴിവുള്ളവനാണ്. നമുക്കറിയാം, പാമ്പുകൾ ഈ ഭൂമിയിൽ നാം യഥേഷ്ടം കാണപ്പെടുന്നതാണ്. വ്യത്യസ്ത ഇനങ്ങൾ, വ്യത്യസ്ത വിഷമുള്ളത്. അതിനെ സൃഷ്ടിച്ച അല്ലാഹുവിന് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അങ്ങനെയുള്ള റഹ്മാനായ റബ്ബിന് ഖബറിൽ വെച്ച് മനുഷ്യരെ ശിക്ഷിക്കുക എന്നത് വളരെ നിസ്സാരമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം കേട്ടപ്പോൾ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു കൗതുകം കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അതുറദ്ദു അലൈനാ വഖൂലുനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ജീവിച്ചിരിക്കുമ്പോൾ, ഇപ്പോൾ ജീവിക്കുമ്പോഴുള്ള ആ ഒരു ബോധം പോലെ, അങ്ങനെയുള്ള ഒരു ബുദ്ധിയും ബോധവും അവിടെ ഉണ്ടാകുമോ? അതല്ല കേവലം ഒരു സ്വപ്നം പോലെ തോന്നുകയാണോ ചെയ്യുക? അതാണ് ചോദ്യത്തിൻ്റെ ആ ഒരു മഅന. ഒരു സ്വപ്നം പോലെയാണോ, ഒരു തോന്നൽ പോലെയാണോ, അതല്ല ശരിക്കും നമ്മുടെ ബുദ്ധി തിരിച്ചു കിട്ടിയിട്ടുള്ള ശരിക്കുമുള്ളൊരവസ്ഥയാണോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നഅം കഹൈഅതികുമുൽ യൗം, അതെ, നിങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴുള്ള മാനസികാവസ്ഥ എന്താണോ
അതേ അവസ്ഥയായിരിക്കും ഖബറിൽ ശിക്ഷിക്കപ്പെടുമ്പോഴും രക്ഷ ലഭിക്കുമ്പോഴും ഉണ്ടാകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അത്രക്ക് ഗൗരവമുള്ള ഒരു ലോകത്തേക്കൊരു യാത്രയുണ്ട് സഹോദരങ്ങളെ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കഴിവുള്ളവനാണ്. നാം ഓരോരുത്തരും അതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ആ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടലായിരിക്കണം. അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഖുർആനിലും ഹദീസിലും വന്ന ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു മയ്യത്തിനെ മറമാടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കണം. അങ്ങനെ സ്വഹാബികൾ രക്ഷ ചോദിച്ചു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഒരാളെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി വിശ്വാസിയാണെങ്കിൽ ഒരു മലക്ക് ആ വ്യക്തിയുടെ അടുക്കൽ വരും. മറമാടി കുടുംബക്കാരെല്ലാം പിരിഞ്ഞുപോയി കഴിഞ്ഞാൽ ആ കുടുംബക്കാർ പിരിഞ്ഞു പോകുന്ന കാലടി ശബ്ദം വരെ ഖബറിലുള്ള ആൾക്ക് കേൾക്കാൻ കഴിയുമെന്നാണ്. അള്ളാഹു അപ്പോൾ കേൾപ്പിക്കുന്നതാണ്. തൻ്റെ കുടുംബക്കാർ, തൻ്റെ ഉറ്റവർ, ഉടയവർ തന്നെ 6 അടി മണ്ണിലാക്കി സ്ലേവും വെച്ച് അതിൻ്റെ മേലെ മണ്ണുമിട്ട് അവർ പോവുകയാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകുമെന്നാണ്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ശരീരത്തിൽ ഒരു പൊടി ഉണ്ടായാൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഴുക്കുണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കുന്ന അതേ ആളുകൾ എന്നെ മണ്ണിൽ വെച്ച് എൻ്റെ ശരീരത്തിലേക്ക് മണ്ണിട്ട് പോകും. ആ പോകുന്ന ശബ്ദം ഖബറിലുള്ള ആൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോഴതാ 2 മലക്കുകൾ വന്നുകൊണ്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, മൻ റബ്ബുക, നിൻ്റെ റബ്ബ് ആരാണ്? നീ ആരെയാണ് ആരാധിച്ചത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആരും എന്തിനേയും ഇഷ്ടമുള്ളത് ആരാധിച്ചോട്ടെ, അതൊക്കെ പറയാൻ സുഖമുള്ള കാര്യമാണ്. പക്ഷേ ഖബറിൽ വെച്ചുള്ള നിർണായകമായ ചോദ്യത്തിൽ ഒന്നാമത്തത്, നീ ആരെയാണ് ആരാധിച്ചത് എന്ന ചോദ്യമാണ്. നിന്റെ രക്ഷിതാവ് ആരായിരുന്നു? നിന്റെ ആരാധ്യൻ ആരായിരുന്നു? രണ്ടാമത്തെ ചോദ്യം, വമാ ദീനുക്, നിന്റെ മതമേതാണ്? അതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മൂന്നാമത്തത്, നിന്റെ പ്രവാചകൻ ആരാണ്? അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ സംബന്ധിച്ച് നീ എന്താണ് വിശ്വസിച്ചത്? ഈ 3 ചോദ്യങ്ങൾക്ക് ഒരു യഥാർത്ഥ വിശ്വാസി ഉത്തരം പറയും, എൻ്റെ റബ്ബ് അള്ളാഹുവാണ്, എൻ്റെ മതം ഇസ്ലാമാണ്, എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ ഉത്തരം പറഞ്ഞാൽ മലക്കുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഫയഖൂലാനി വമാ യുദ്രീക്, എവിടുന്ന് പഠിച്ചു ഇതൊക്കെ? നിൻ്റെ റബ്ബ് അള്ളാഹുവാണെന്ന് നീ ഉറപ്പിച്ചു പറയുന്നു, നിൻ്റെ മതം ഇസ്ലാമാണെന്ന് പറയുന്നു, നിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്ന് പറയുന്നു. വമാ യുദ്രീക്, എവിടെ നിന്നാണ് ഇത് പഠിച്ചത്? അതിനുള്ള ഉത്തരം, ഇതൊക്കെ ഖബറിൽ വെച്ച് നടക്കുന്ന കാര്യമാണ്. അതിനുള്ള ഉത്തരം, ഖറഅതു കിതാബല്ലാഹ്, ഞാൻ ഖുർആൻ ഓതി വായിച്ചു പഠിച്ചതാണ്. കേട്ടുകേൾവിയല്ല, ആരോ പറഞ്ഞു അങ്ങനെയല്ല. അതല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിലായതുകൊണ്ടല്ല, അവർക്കൊന്നും അന്ന് ഉത്തരം പറയാൻ കഴിയില്ല. മറിച്ച് ആർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ? ഖുർആനിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളുകൾക്ക്. ഖറഅതു കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയതാണ്. ഫആമൻതു ബിഹി, ഞാൻ ആ ഖുർആനിൽ വിശ്വസിക്കുന്നു. വസദ്ദഖ്തു, ആ ഖുർആനിലുള്ള മുഴുവൻ കാര്യങ്ങളെയും ഞാൻ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ സ്വർഗലോകത്ത് വെച്ച്, അതല്ലെങ്കിൽ ഖബറിൽ വെച്ച് അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾക്ക്, മലക്കുകൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കണമെങ്കിൽ ഖുർആൻ ഓതി കൃത്യമായി വ്യവസ്ഥാപിതമായി നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കണം, നമ്മുടെ ദീന് മനസ്സിലാക്കണം, നമ്മുടെ പ്രവാചകൻ ആരാണ് എന്ന് മനസ്സിലാക്കണം. അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം ഖുർആൻ ഓതി പഠിക്കലാണ്, നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കലാണ്, ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കലാണ്. എന്നാൽ അതേ ഹദീസിൽ തന്നെ കാണാം, വഅമ്മൽ കാഫിറു അവിൽ മുനാഫിഖു, സത്യത്തെ നിഷേധിക്കുകയും കാപട്യം കാണിക്കുകയും ചെയ്ത ആളുകളോട് ഇതേ ചോദ്യം ചോദിക്കും. ശ്രദ്ധിക്കുക, കാപട്യം കാണിച്ചവൻ ദുനിയാവിൽ വെച്ച് എൻ്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പറഞ്ഞവനാണ്, എൻ്റെ ദീന് ഇസ്ലാമാണെന്ന് പറഞ്ഞവനാണ്, അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തിലേക്ക് ഇറങ്ങാത്ത ഒരു വാക്ക് മാത്രമാണ്. അങ്ങനെയുള്ളവർക്ക് ഖബറിൽ വെച്ചത് പറയാൻ കഴിയില്ല. അവർ പറയും, ലാ അദ്രി കുൻതു അഖൂലു മാ യഖൂലുൻ നാസ്, ജനങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, അവരുടെ കൂടെ ഞാനും പറഞ്ഞു, അതല്ലാതെ ഞാൻ പഠിച്ചു പറഞ്ഞതൊന്നുമല്ല, കൂടെ കൂടിയതാണ് എന്നായിരിക്കും മറുപടി. അപ്പോൾ പറയപ്പെടുന്നത് എന്താണ്? ഫയുഖാലു ലാ ദറൈത വലാ തലൈത്, നീ വായിച്ചതുമില്ല, നീ പഠിച്ചതുമില്ല, അതാണ് പ്രശ്നം. നീ വായിച്ചില്ല, നീ പഠിച്ചില്ല. ശ്രദ്ധിക്കുക, ഖബറിൽ വെച്ച് കേൾക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ആക്ഷേപം വായിച്ചില്ല, പഠിച്ചില്ല എന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. സുമ്മ യുദ്റബു ബിമിത്റഖത്തിൻ മിൻ ഹദീദിൻ ളർബതൻ ബൈന ഉദ്നൈ ഫയസീഹു സൈഹതൻ യസ്മഉഹാ മൻ യലീഹി ഇല്ല സഖലൈൻ, മലക്കുകൾ അവരുടെ കൈകളിലുള്ള ഇരുമ്പ് ദണ്ട് കൊണ്ട് ഒരൊറ്റ അടി അടിക്കുമെന്നാണ്. 2 ചെവികൾക്കിടയിൽ, അതൊരു പക്ഷേ പിരടിയിലായിരിക്കാം.
അപ്പോൾ അയാൾ ഒരട്ടഹാസം ഉണ്ടാക്കും. മനുഷ്യരും ജിന്നുകളും ഒഴികെ സമീപത്തുള്ള സമസ്ത ജീവജാലങ്ങൾക്കും ആ കരച്ചിൽ കേൾക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യർക്ക് കേൾക്കാൻ കഴിയില്ല, ജിന്നുകൾക്ക് കേൾക്കാൻ കഴിയില്ല. അതല്ലാത്ത മറ്റു ജീവവർഗങ്ങൾക്കൊക്കെ ആ മനുഷ്യൻ്റെ കരച്ചിൽ കേൾക്കാൻ കഴിയും. എന്താണ് ആ അടി കിട്ടാനുള്ള കാരണം? നീ വായിച്ചില്ല, നീ പഠിച്ചില്ല. സഹോദരങ്ങളെ, വായിക്കണം, പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, നമ്മുടെ ദീന് പഠിക്കണം. എങ്കിലേ ഭയാനകരമായ ആ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്, ഇസ്ലാമിൻ്റെ കലിമത്തു തൗഹീദ്. എല്ലാ ബാങ്കുകളിലും നാം കേൾക്കുന്ന കലിമത്തു തൗഹീദ്, എല്ലാ ദിക്റുകളിലും നാം ചൊല്ലുന്ന കലിമത്തു തൗഹീദ് ശരിക്കും അർത്ഥമറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ശുദ്ധ മുവഹിദുകളാവണം. കൃത്യമായ ഏകദൈവാരാധന പഠിക്കണം. എന്താണ് അതിനുള്ള തെളിവ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, തുബ്തലാ ഹാദിഹിൽ ഉമ്മത്തു ഫീ ഖുബൂരിഹ, ഈ ഉമ്മത്ത് ഖബറിൽ പരീക്ഷിക്കപ്പെടും. മരണത്തോടുകൂടി പരീക്ഷണം അവസാനിക്കുന്നില്ല, ഖബറിൽ വമ്പിച്ച പരീക്ഷണമുണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് കൈഫ വഅന ഇംറഅത്തുൻ ളഈഫ, നബിയെ ഞാനൊരു ദുർബലയായ സ്ത്രീയാണ്, എന്നെപ്പോലെ ഒരാൾ ഖബറിലൊക്കെ വെച്ച് പരീക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ തളർന്നു പോകും, ഞാൻ തകർന്നു പോകും നബിയെ, അങ്ങനെയുള്ള ആളുകൾ വേറെയും ഉണ്ടാകുമല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. സൂറത്തുൽ ഇബ്രാഹീമിലെ ആയത്താണ്. വിശ്വസിക്കുന്ന ആളുകളെ ഖൗലുസ്സാബിത്ത് കൊണ്ട് അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. ഏതാണ് ആ ഖൗലുസ്സാബിത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. ആ കലിമത്തു തൗഹീദ് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഒരാൾ ഖബറിൽ പതറിപ്പോവുകയില്ല എന്നർത്ഥം. മറ്റൊരു റിവായത്തിലുള്ളത്, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, വലിയ ഒരു ഇരുമ്പ് ദണ്ഡുമായി രണ്ട് മലക്കുകൾ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നബിയെ ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം മറുപടി പറയാൻ കഴിയുക? പേടിപ്പെടുത്തുന്ന രംഗമാണല്ലോ. അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തവരാണോ എങ്കിൽ അള്ളാഹു നിങ്ങളെ ഖബറിൽ ഉറപ്പിച്ചു നിർത്തും. അൽഹംദുലില്ലാഹ്, മഹ്ശറിലും ഉറപ്പിച്ചു നിർത്തും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ മുറുകെ പിടിക്കണം. അതിൻ്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും വേണം. മൂന്നാമത്തത്, നിശ്ചയദാർഢ്യവും അതേപോലെ തന്നെ യഖീനും ഉണ്ടായിരിക്കണം, ഉറപ്പുണ്ടായിരിക്കണം. സംശയമുള്ള വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് ഇബ്നു മാജ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖബറിൽ വെച്ച് മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മലക്കുകൾ ആ വ്യക്തിയോട് പറയുന്നൊരു വാക്കുണ്ട്, വയുഖാലു ലഹു, മലക്ക് പറയും, അലൽ യഖീനി കുൻത, നീ വളരെയധികം യഖീനുള്ളൊരവസ്ഥയിലായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് പതറിപ്പോകുന്നവരല്ല, ആരെങ്കിലും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോഴേക്ക് എന്നാൽ പിന്നെ ഇസ്ലാമിനെ കുറിച്ച് എനിക്കൊന്ന് ആലോചിക്കണമെന്ന് പറയുന്ന ദുർബല വിശ്വാസത്തിൻ്റെ ആളുകളല്ല, മറിച്ച് യഖീനുള്ള, അലൽ യഖീനി കുൻത, നീ വളരെയധികം ദൃഢതയുള്ള ഒരവസ്ഥയിലായിരുന്നു. വ അലൈഹി മുത്ത, അങ്ങനെ തന്നെയാണ് മരിച്ചതും, മരിക്കുമ്പോഴും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വ അലൈഹി തുബഅസു ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നാളെ മഹ്ശറിൽ എഴുന്നേൽക്കുമ്പോഴും നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു സംശയവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഖബറിൽ വെച്ച് സംശയമില്ലാതിരിക്കുവാൻ, മഹ്ശറിൽ വെച്ച് സംശയമില്ലാതിരിക്കുവാൻ, ഈ ലോകത്തും സംശയമില്ലാത്ത വിശ്വാസത്തിൻ്റെ ഉടമകളായിരിക്കണം. യഖീൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ശരിയായ ഇൽമുണ്ടാകുമ്പോഴാണ്. ശരിയായ അറിവ് ഉറപ്പിലേക്ക് നയിക്കും, ശരിയായ അറിവില്ലായ്മ സംശയത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ശരിയായ അറിവുള്ള ആളുകളായി തീരാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമത്തത്, സൽക്കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തിൽ നമുക്ക് കാണാം, ഖബറിൽ വിശ്വാസിയായ ഒരാളെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ, മലക്കുകളുടെ ചോദ്യം കഴിഞ്ഞാൽ പിന്നെ വയഅതീഹി റജുലുൻ ഹസനുൽ വജ്ഹി ഹസനുസ് സിയാബി ത്വയ്യിബുർ റീഹി ഫയഖൂലു അബ്ശിർ ബില്ലദീ യസുറുക ഹാദാ യൗമുക അല്ലദീ കുൻത തുഅദ്. നല്ല കാണാൻ ഭംഗിയുള്ള, നല്ല വസ്ത്രം ധരിച്ച, നല്ല സുഗന്ധം പൂശിയ ഒരാൾ ഖബറിലേക്ക് വരുമെന്നാണ്. എന്നിട്ട് പറയും, നീ സന്തോഷിച്ചു കൊള്ളുക, നിനക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസമാണിത്. അപ്പോൾ ആ വ്യക്തി ചോദിക്കും, മന്നൻത, നീ ആരാണ്, എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല. അപ്പോൾ പറയും, ഫയഖൂലു അന അമലുക സ്വാലിഹ്, നീ ചെയ്ത സൽപ്രവർത്തനങ്ങളെ ഒരു മനുഷ്യരൂപത്തിലാക്കി മാറ്റിയതാണ് അല്ലാഹു. മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങളാണ് അവൻ്റെ സുഗന്ധം, അവൻ്റെ സൽക്രമമാണ് അവൻ്റെ ഭംഗി, അവൻ്റെ സൽക്രമമാണ് അവൻ്റെ വ്യക്തിത്വം. അതുകൊണ്ടാണ് സൽക്കർമ്മങ്ങൾ, നല്ല ഒരു മനുഷ്യൻ, നല്ല ഒരു വസ്ത്രം, നല്ല ഗന്ധവും,
എന്നാൽ പല ആളുകളും ധരിച്ചിട്ടുള്ളത് ഭൗതികമായ വസ്ത്രം നന്നായാൽ മതി, കർമ്മങ്ങൾ മോശമാണെങ്കിലും എൻ്റെ ഡ്രസ്സ് നല്ലതാണ്, ഞാൻ നല്ല സ്പ്രേ അടിച്ചിട്ടുണ്ട്, എന്നെ കാണാനും ഭംഗിയുണ്ട്, അതാണ് ഭംഗി എന്നാണ്. എന്നാൽ അറിയുക, അതല്ല ഭംഗി. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കലാണ് ഒരാളുടെ യഥാർത്ഥ ഭംഗി. അത് ബോധ്യപ്പെടുന്നത് ഖബറിൽ വെച്ചായിരിക്കുമെന്ന് മാത്രം. അതുകൊണ്ട് ഖബറിൽ ഈ ഒരു നല്ല രൂപത്തിലുള്ള ഒരു വ്യക്തി വന്നിട്ട് പറയുന്നത് എന്താണ്? അന അമലുക സാലിഹ്, ഞാൻ സൽക്കർമ്മമാണ് നിൻ്റെ. അള്ളാഹു ആ രൂപത്തിൽ അതിൻ്റെ പ്രതിഫലത്തെ, അതല്ലെങ്കിൽ സൽക്കർമ്മങ്ങളെ അള്ളാഹു ആ രൂപത്തിലാക്കി മാറ്റുന്നതാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ അതാ വീണ്ടും വരുന്നു, മോശക്കാരനായ ഒരാളാണെങ്കിൽ വയഅതീഹി റജുലുൻ ഖബീഹുൽ വജ്ഹ്, മോശമായ മുഖം, ഖബീഹുസ് സിയാബ്, മോശമായ വസ്ത്രം, മുൻതിനുർ റീഹ്, ദുർഗന്ധവുമുള്ള ഒരാൾ വരും. ചോദിക്കും, നീ ആരാണ്? അതിനും മറുപടി, അന അമലുകൽ ഖബീസ്, നീ ചെയ്ത മോശമായ പ്രവർത്തനമാണ് ഞാൻ. നീ ദുനിയാവിൽ വെച്ച് നല്ല വസ്ത്രം ധരിച്ചും നീ ചെയ്തിരുന്നത് തിന്മയായിരുന്നു, മോശമായിരുന്നു. അതിതാ ഇന്ന് യഥാർത്ഥ രൂപത്തിൽ പ്രകടമാവുകയാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക, എല്ലാ ദുഷ്കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുക. എങ്കിൽ ഖബറിൽ നല്ല ഒരു അവസ്ഥയുണ്ടാകും. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഖബറിൽ നമ്മെ സഹായിക്കുന്ന മറ്റൊരു വിഷയമാണ് ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖബറിൽ ഒരു വിശ്വാസിയെ മറമാടിക്കഴിഞ്ഞാൽ ശിക്ഷിക്കുവാൻ വേണ്ടി മലക്കുകൾ ഹാജരാവുന്നതാണ്. അങ്ങനെ ശിക്ഷിക്കുവാൻ വേണ്ടി അവരുടെ തലയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ കാണുന്നത് എന്താണ്? ഫഇൻ കാന മുഅ്മിനൻ കാനത്തിസ് സ്വലാത്തു ഇൻദ റഅസിഹി, തലയുടെ ഭാഗത്ത് നമസ്കാരം കാവലായി നിൽക്കുന്നുണ്ട്. വകാന സൗമു അൻ യമീനി, നോമ്പ് വലതു ഭാഗത്തും. വകാനത്തിസ് സകാത്തു അൻ യസാരി, കൊടുത്ത സകാത്തുകൾ ഇടതുഭാഗത്തും. വകാന ഫിഅലുൽ ഖൈറാത്തി മിനസ് സദഖത്തി വസ്സലാത്തി വസ്സിലത്തി വൽ മഅറൂഫി വൽ ഇഹ്സാനി ഇലന്നാസി ഇൻദ റിജ്ലൈ, മറ്റു എല്ലാ സൽക്കർമ്മങ്ങളും, ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത നന്മകൾ, സുന്നത്തായ നോമ്പ്, സുന്നത്തായ നമസ്കാരം, അതേപോലെയുള്ളതെല്ലാം കാലിൻ്റെ ഭാഗത്തും വന്നു നിൽക്കുമെന്നാണ്. എന്നിട്ട് നമസ്കാരം പറയും, നോമ്പ് പറയും, സകാത്ത് പറയും, മറ്റു സൽക്കർമ്മങ്ങളെല്ലാം പറയും. മാ ഖിബലി മദ്ഖലുൻ, ഈ ഭാഗത്തൂടി പ്രവേശിക്കാൻ ഞാൻ സമ്മതിക്കൂല. തലയുടെ ഭാഗത്ത് ബ്ലോക്കായി നമസ്കാരം, കാലിൻ്റെ ഭാഗത്ത് മറ്റു സൽക്കർമ്മങ്ങൾ, വലതുഭാഗത്ത് നോമ്പ്, ഇടതുഭാഗത്ത് സകാത്ത്. ഈ സൽക്കർമ്മങ്ങൾ ആ മനുഷ്യന് പ്രൊട്ടക്ഷൻ നൽകുകയും മലക്കുകൾ ആ വ്യക്തിയെ ശിക്ഷിക്കാൻ കഴിയാതെ പിന്മാറുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അതല്ലാത്തൊരു വ്യക്തിയാണെങ്കിലോ, തലയുടെ ഭാഗത്തുകൂടി ഉത്തിയ മിൻ ഖിബലി റഅസി ഫലാ യൂജദു ഷൈഉൻ, തലയുടെ ഭാഗത്തൂടെ വന്നു നോക്കുമ്പോൾ എന്താ കാണുന്നത്? നമസ്കരിക്കാത്ത ആളാണ്, നമസ്കരിച്ചിട്ടില്ല. വലതു ഭാഗത്തുകൂടി പോകുമ്പോൾ നോമ്പ് നോറ്റിട്ടില്ല. ഇടതു ഭാഗത്തുകൂടി വരുമ്പോൾ സക്കാത്ത് കൊടുത്തിട്ടില്ല. കാലിൻ്റെ ഭാഗത്തുകൂടി വരുമ്പോൾ മറ്റു സൽക്കർമ്മങ്ങളും കാണാനില്ല. എങ്കിൽ മലക്കുകൾക്ക് എളുപ്പമായി ആ വ്യക്തി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് 5 ഇസ്ലാം കാര്യങ്ങൾ കൃത്യമായി വ്യവസ്ഥാപിതമായി വീഴ്ച വരുത്താതെ ചെയ്യാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. 5-മത്തത് തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷനായി ഖബറിലുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ ഉതിയ മിൻ ഖിബലി റഅസിഹി ദഫഅതുഹു തിലാവത്തുൽ ഖുർആൻ, തലയുടെ ഭാഗത്തുകൂടി വരുന്ന ശിക്ഷയുടെ, മലക്കുകളുടെ ശിക്ഷയെ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ബ്ലോക്ക് ചെയ്യുന്നതാണ്, തടഞ്ഞു വെക്കുമെന്നാണ്. ഇതിൽ വരാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നിരന്തരമായി അവസരം കിട്ടുമ്പോഴൊക്കെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. 6-മത്തത് ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന വിഷയം വരെ. ഒരിക്കൽ നബിയും സ്വഹാബികളും ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു കറാമത്ത് എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നടന്നു പോകുന്ന വഴിയിൽ 2 ഖബറുകളുണ്ടായിരുന്നു. ആ ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു കേൾപ്പിച്ചു കൊടുത്തു. എപ്പോഴും അങ്ങനെയല്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹുമാ യുഅദ്ദബാൻ, അവർ ശിക്ഷിക്കപ്പെടുകയാണ്. ഖബറിൽ ഇപ്പോൾ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അറിയുക, വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ കുറ്റമൊന്നും ചെയ്തിട്ടല്ല, മറിച്ച് നിസ്സാരമെന്ന് തോന്നുന്ന ചില വിഷയത്തിലാണ് അവിടെ ശിക്ഷിക്കപ്പെടുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ബലാ കാന അഹദുഹുമാ ലാ യസ്തതിറു മിൻ ബൗലിഹി, എന്താണ് ചെയ്ത കുറ്റം? മൂത്രമൊഴിക്കുമ്പോൾ ഔറത്ത് മറച്ചില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഔറത്ത് കാണാവുന്ന രൂപത്തിൽ മൂത്രമൊഴിക്കാൻ നിന്ന അല്ലെങ്കിൽ ഇരുന്ന ആളാണ്. ശ്രദ്ധിക്കുക, മൂത്രമൊഴിക്കുമ്പോൾ നമ്മുടെ ഔറത്ത് മറ്റൊരാൾ കാണാൻ പാടില്ല. ആ വിഷയത്തിലെ സൂക്ഷ്മതയില്ലായ്മ ഖബറിലെ ശിക്ഷയ്ക്ക് കാരണമായി തീരും. മറ്റൊരു റിവായത്തിലുള്ളത്, ആ വ്യക്തി മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ വൃത്തിയായി കഴുകാറുണ്ടായിരുന്നില്ല എന്നാണ്.
അതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂല് മൊത്തത്തിൽ പറഞ്ഞു, തനസ്സഹു മിനൽ ബൗൽ, നിങ്ങൾ മൂത്രമൊഴിച്ചാൽ ഭംഗിയായി കഴുകണം. ഫഇന്ന ആമ്മത്തൽ അദാബിൽ ഖബ്രി മിൻഹു, ഖബറിലെ അധിക ശിക്ഷയും മലമൂത്ര വിസർജന മര്യാദയിൽ കാണിക്കുന്ന അബദ്ധം കൊണ്ട് ഉണ്ടാവുന്നതാണ്. കാരണം ഇസ്ലാം ശുദ്ധിയുടെ മതമാണ്, വൃത്തിയുടെ മതമാണ്. കാരണം മൂത്രമൊഴിച്ചാൽ കൃത്യമായി കഴുകിയിട്ടില്ലെങ്കിൽ അത് ശുദ്ധിയെ ബാധിക്കും. ശുദ്ധിയെ ബാധിച്ചാൽ അത് നമസ്കാരത്തെ ബാധിക്കും. നമസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലോ അത് വലിയ അപകടവുമാണ്. അതുകൊണ്ട് ശുദ്ധിയുടെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകണമെന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ ഖബറിലെ ശിക്ഷ കാണിച്ചു കൊടുത്തു. അതിൽ ഒരു ശിക്ഷ, ഒരാളുടെ വായയിൽ വലിയൊരു കൊളുത്തിട്ട് മലക്ക് വലിക്കുകയാണ്. പിരടി വരെ വലിച്ച് കീറിക്കളയും അയാളുടെ കവിൾ. പിന്നീട് ഇടത് കവിൾ കീറുമ്പോഴേക്ക് ഇവിടെ നേരെയാകും. പിന്നീട് ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണിത്, എന്തൊരു ശിക്ഷയാണിത്? അപ്പോൾ മലക്കുകൾ പറഞ്ഞത്, ഈ വ്യക്തിയുടെ കുഴപ്പമെന്തായിരുന്നു? ഫകദ്ദാബുൻ, പെരും നുണയനാണ്. ഒരു വിഷയവും ഉറപ്പ് വരുത്താതെ കളവ് പറയും. മാത്രമല്ല ആ കളവ് ഫതുഹ്മലു അൻഹു, അയാളിൽ നിന്ന് വേറൊരാൾ ഏറ്റെടുക്കും. ഹത്താ തബ്ലുഗൽ ആഫാഖ്, ചക്രവാളത്തിൽ ആ നുണ പ്രചരിക്കും. ഒരു കളവ്, ഒരു അടിസ്ഥാനവും ഇല്ലാത്തത്. അത് പ്രചരിപ്പിക്കാൻ തുടക്കം കുറിച്ചവനെ ഖിയാമത്ത് നാൾ വരെ അവൻ്റെ കവിളിങ്ങനെ കീറിക്കൊണ്ടിരിക്കുമെന്നാണ്. അതേപോലെ തന്നെ വേറൊരു വ്യക്തി, ആ വ്യക്തിയുടെ തല കരിങ്കല്ലുകൊണ്ട് എറിഞ്ഞു പൊളിക്കുന്ന കാഴ്ച അള്ളാഹുവിൻ്റെ റസൂല് കാണുകയാണ്. എന്താണ് ആ വ്യക്തി ചെയ്ത തെറ്റ്? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഫറജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ ഫനാമ അൻഹു ബില്ലൈൽ വലം യഅമൽ ഫീഹി ബിന്നഹാർ. ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തിയാണ്. എന്നാൽ രാത്രിയിലോ പകലോ ആ ഖുർആനിൻ്റെ ഉള്ളടക്കമനുസരിച്ച് ജീവിക്കാത്തൊരു വ്യക്തിയെ ആ വ്യക്തിയുടെ തല എറിഞ്ഞു പൊളിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെടുകയാണ്. അതേപോലെ തന്നെ വലിയ ഒരു അടുപ്പ് കാണിക്കപ്പെടുന്നു. മേൽഭാഗം കൂർത്തിട്ടാണ്, താഴ്ഭാഗമാകട്ടെ വിശാലതയുണ്ട്. അടിയിൽ തീ കത്തിക്കപ്പെടുന്നു. നഗ്നരായ സ്ത്രീകളും പുരുഷന്മാരും അതിൽ കിടന്ന് എരിയുന്നുണ്ട്. പുറത്തേക്ക് പോകാൻ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് അവർ മേലെ വരെ എത്തും. പക്ഷേ പുറത്തേക്ക് പോകാൻ കഴിയില്ല. ആരാണവർ എന്ന് ചോദിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി നൽകപ്പെട്ടു, ഫഹുമുസ്സുനാത്ത്, വ്യഭിചാരികളായ ആളുകളാണ്, വ്യഭിചരിക്കുന്നവർക്കുള്ള ശിക്ഷയാണ്. അതേപോലെ തന്നെ ഒരു പുഴയിൽ, ആ പുഴയുടെ മധ്യത്ത് രക്തപ്പുഴയാണ്, അതിൻ്റെ മധ്യത്തിൽ ഒരാളുണ്ട്. കരക്കേക്ക് കയറാൻ നോക്കുമ്പോഴെല്ലാം അയാളുടെ വായിലേക്ക് മലക്കുകൾ കല്ലെടുത്തെറിയുകയാണ്. അയാൾക്ക് വീണ്ടും പുഴയിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരികയാണ്. ആരാണത് എന്ന് ചോദിക്കപ്പെട്ടു. ആക്കിലുർ റിബ, പലിശ തിന്നുന്നവരാണ്, പലിശ മുതൽ തിന്നുന്നവർക്കുള്ള ശിക്ഷയാണ് എന്ന് പറയപ്പെട്ടു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖബറിലെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള മുഴുവൻ ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കുകയും നേരത്തെ പറഞ്ഞതുപോലെയുള്ള സൽക്കർമ്മങ്ങളിൽ മുന്നേറുകയും ചെയ്യുക. അതാണ് നമ്മുടെ വിജയത്തിൻ്റെ നിദാനമെന്ന് മനസ്സിലാക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പൊതുവായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രത്യേകമായ ചില അമലുകൾ നമ്മെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അതിൽപ്പെട്ട ഒന്നാണ് എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന പരിശുദ്ധ ഖുർആനിലെ ചെറിയൊരധ്യായമാണ്. അത് എല്ലാ ദിവസവും പാരായണം ചെയ്യുക. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൻ ഖറഅ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് കുല്ല ലൈലത്തിൻ മനഅഹുല്ലാഹു ബിഹാ മിൻ അദാബിൽ ഖബർ. എല്ലാ രാത്രിയിലും ആരെങ്കിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ രക്ഷപ്പെടുത്തുന്നതാണ്. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവുക. ദീനിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് 7 മഹത്വങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, വയുജാറു മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. മൂന്നാമത്തത് അർരിബാതു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കലാണ്. ഇസ്ലാമിനു വേണ്ടി, ഇസ്ലാമിൻ്റെ നന്മയ്ക്ക് വേണ്ടി ശത്രുക്കളെ സംബന്ധിച്ചുള്ള ജാഗ്രതയുണ്ടാവുകയും അതിനെ സംബന്ധിച്ച് കാവലിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത്, വയുഅമ്മനു മിൻ ഫത്താനിൽ ഖബർ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അങ്ങനെ ജാഗ്രത പുലർത്തുന്ന ആളുകളെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുന്നതാണ്.
അതോടൊപ്പം തന്നെ നാലാമതായി നമുക്ക് കാണാൻ സാധിക്കും, ഉദര സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് മരണപ്പെടുന്ന ആളുകളെ അള്ളാഹു ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മൻ യഖ്തുലുഹു ബത്നു ഫലൻ യുഅദ്ദബ ഫീ ഖബ്രിഹി. ഒരാൾ ഉദര സംബന്ധമായ രോഗങ്ങൾ കാരണത്താൽ മരണപ്പെട്ടാൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുന്നതാണ്. മറ്റൊന്ന്, നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത എന്നാൽ അള്ളാഹുവിൻ്റെ വകയായി ലഭിക്കുന്ന വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു ഗിഫ്റ്റുണ്ട്. ഏതാണത്? വെള്ളിയാഴ്ച ദിവസം മരണപ്പെടുക എന്നതാണ്. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തൽ ജുമുഅ ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തൽ ഖബർ. ആരെങ്കിലും വെള്ളിയാഴ്ച രാത്രിയിലോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലോ മരണപ്പെട്ടാൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ രക്ഷപ്പെടുത്തുന്നതാകുന്നു. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദുആ വൽ ഇസ്തിഗ്ഫാർ, ധാരാളമായി പ്രാർത്ഥിക്കുക അല്ലാഹുവിനോട്, ധാരാളമായി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ആദമിൻ്റെ മക്കളെ കുല്ലു ബിനി ആദമ ഖത്താഉൻ, ആദമിൻ്റെ മക്കൾക്കൊക്കെ തെറ്റുപറ്റും. തെറ്റുപറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ മലക്കുകളാണ്, നമ്മൾ മലക്കുകളല്ല, തെറ്റുപറ്റും. പക്ഷേ വഖൈറുൽ ഖത്താഈന തവ്വാബുൻ, അബദ്ധങ്ങൾ പറ്റിയാൽ ഉടനെ തൗബ ചെയ്യണം. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമുൻ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിൽ നിങ്ങൾ ഉറച്ചു നിൽക്കരുത്, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിൽ നിങ്ങൾ ഉറച്ചു നിൽക്കരുത്. തെറ്റ് മനസ്സിലായി കഴിഞ്ഞാൽ തൗബ ചെയ്യണം. അങ്ങനെ നിങ്ങൾ തൗബ ചെയ്താൽ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും പുറത്തു തരാൻ അല്ലാഹു തയ്യാറാണ്. മറ്റൊരു ഹദീസിലുള്ളത്, ആദമിൻ്റെ മക്കളെ, നിങ്ങളുടെ പാപങ്ങൾ ആകാശം മുട്ടയുണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും, ഭൂമി നിറച്ചും പാപമുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരും. പക്ഷേ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടണം, ഇസ്തിഗ്ഫാർ നടത്തണം, എന്നിട്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ധാരാളമായി കൊഴിഞ്ഞുപോയ ദിവസങ്ങളോട് മത്സരിക്കണം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരടിമയെ കണ്ടു. അദ്ദേഹം അധിക ദിവസങ്ങളിലും നോമ്പുകാരനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദിവസങ്ങളോട് ഞാൻ മത്സരിക്കുകയാണ്. ഇതിൽ വലിയൊരു തത്വമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി, ഇനി മരണത്തിലേക്കാകുന്നു നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും മരണം നമ്മെ പിടികൂടാം. അതുകൊണ്ട് പാഴായിപ്പോയ ദിനരാത്രങ്ങളും നിമിഷങ്ങളും അമൂല്യമായിരുന്നു എന്ന തിരിച്ചറിവ് മരണസമയത്തുണ്ടാകും. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് പറയുന്നത്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു വലിയ ഡ്യൂറേഷൻ അല്ല ചോദിക്കുന്നത്. അല്ലാഹുവേ, അജലുൻ ഖരീബ്, സമീപസ്ഥമായ കുറഞ്ഞ സമയം മതി. കാരണം തൗബ ചെയ്യാനും നന്നായി തീരാനും കുറച്ച് സമയം മതി. ആ കുറഞ്ഞ സമയമാണ് ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ ഒരുപാട് ദിവസങ്ങൾ, വൈകുന്നേരങ്ങൾ, പ്രഭാതങ്ങൾ വൃഥാവിലാക്കി നമ്മൾ വെറുതെ സംസാരിച്ചിരുന്നും കറങ്ങി നടന്നും ജോലിയൊന്നും ചെയ്യാതെയും വായിക്കാതെയും പഠിക്കാതെയും കൂട്ടുകാരോടൊത്തും ഒരുപാട് ദിവസങ്ങൾ കളഞ്ഞുകുളിച്ചു. അതെല്ലാം എത്രയെത്ര നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താമായിരുന്നു. എന്നാൽ മരണസമയത്ത് ചോദിക്കുന്നത് കുറഞ്ഞൊരു സമയമാണ്. പക്ഷേ വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരാളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നീട്ടിക്കൊടുക്കൂല. വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ടായിരുന്നു എന്നാണ്. ആ പറഞ്ഞതിലൊരു പൊരുളുണ്ട്. എന്താണത്? ഒരാൾക്ക് ആയുസ് നീട്ടിക്കൊടുത്താൽ നന്നാകുമെന്ന് അള്ളാഹുവിന് ഉറപ്പുള്ള ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുമെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. നന്നാവാൻ സാധ്യതയുള്ള ഒരാളെ മോശക്കാരനായി അള്ളാഹു മരിപ്പിക്കുകയില്ല. എന്നാൽ ചില ആളുകളുണ്ട്, എത്ര പറഞ്ഞാലും കേട്ടാലും ഞാൻ നന്നാവാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ മുദ്രവെക്കപ്പെട്ടു പോയ ആളുകൾ. അത്തരം ആളുകളെ അള്ളാഹു നിശ്ചിത സമയമെത്തിയാൽ പിടികൂടും. ഒരല്പസമയം അവർ ചോദിച്ചാൽ പോലും അള്ളാഹു കൊടുക്കുകയില്ല. കാരണം കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നരകത്തിൽ പോയതിന് ശേഷം അള്ളാഹു ഒരു ചാൻസ് കൂടി കൊടുത്തിട്ട്, അല്ലെങ്കിൽ നരകം കണ്ട് മഹ്ശർ കണ്ട് ഒരു ചാൻസ് കൂടി കൊടുത്ത് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചാലും പിന്നെയും ഒരാഴ്ച കൊണ്ട് അവർ പഴയ അവസ്ഥയിലേക്ക് മാറും എന്ന് ചില ആളുകളെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്തവർ. ആ ഒരു കൂട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആരും ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഏത് നിമിഷവും വരാവുന്ന ആ മരണത്തെ ഭയപ്പെടുക, ഖബറിൽ പോയി കിടക്കേണ്ടതുണ്ട് എന്ന ബോധവും നമുക്കെല്ലാവർക്കും ഉണ്ടാവുക. അതിനനുസരിച്ച് പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുക, പശ്ചാത്തപിക്കുക. ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്.
ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقيموا الصلاة